മലക്കുടി വാരിയം കോൾപടവിലേക്ക് സമാന്തരമായി ഒഴുകുന്ന ഇറിഗേഷൻ മെയിൻ കനാലിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകി. കൃഷിനാശമുണ്ടാക്കുമെന്ന ആശങ്കയിൽ കർഷകർ. കൃഷി ഇറക്കുന്നതിനായി സമീപ പാടശേഖരങ്ങളിലെ വെള്ളം ഇറിഗേഷൻ കനാലിലേക്ക് പമ്പ് ചെയ്തതോടെ കനാൽ നിറഞ്ഞു കവിയാറായ സ്ഥിതിയിലാണ്. മഴ കനത്താൽ വെള്ളം കവിഞ്ഞൊഴുകി വാരിയം പടവിലെ 117 ഏക്കർ കൃഷി നശിക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. അപ്പോൾ ഇത് റോഡ് ഉയർത്തുക മാത്രമേ ഇതിനൊരു പരിഹാരമാർഗമായിട്ടുള്ളൂ. അതിന് പഞ്ചായത്ത് തലത്തിലെ രാകേഷും ബാക്കിയുള്ളവരൊക്കെ വളരെയധികം പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കത് ഉയർത്തി കിട്ടുമെന്നുള്ളൊരു പരിപാടിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് താൽക്കാലികം ഒരു 4 വർഷത്തോളമായി ഈ വെള്ളം ഇങ്ങനെ തുടർച്ചയായിട്ട് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷവും ഇറിഗേഷൻ കനാലിൽ നിന്ന് വെള്ളം മനക്കുടി പുള്ള് PWD റോഡ് കവിഞ്ഞ് വാരിയം കോൾപടവിലേക്കൊഴുകി കൃഷി നശിച്ചിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് കൃഷി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ കർഷകർ ചേർന്ന് ചാക്കിൽ മണ്ണ് നിറച്ച് റോഡിനും ഇറിഗേഷൻ കനാലിനും ഇടയിലായി നിരത്തിയിട്ടുണ്ടെങ്കിലും ഇറിഗേഷൻ കനാലിലെ ഉയർന്ന ജലനിരപ്പ് ബണ്ട് പൊട്ടാനോ കവിയാനോ ഇടയാക്കുമെന്ന അവസ്ഥയിലാണ്. മഴ കനത്താൽ മണ്ണ് നിറച്ച ചാക്കുകൾ തള്ളിപ്പോകാനും സാധ്യതയേറെയാണ്. ഈ പാടശേഖരം ആഗസ്റ്റ് മാസത്തിൽ കൃഷി ഇറക്കേണ്ട ഒരു സമയത്താണ്. ആഗസ്റ്റ് മാസത്തിലാണ് കൃഷി ഇറക്കാറ്. പക്ഷേ നമുക്കറിയാം, ശക്തമായ കാലവർഷത്തിൻ്റെ ഭാഗമായി തൊട്ടപ്പുറത്തുള്ള ഇറിഗേഷൻ ചാലിൽ നിന്ന് PWD റോഡ് കവിഞ്ഞ് വെള്ളം ഈ പാടശേഖരത്തിൽ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അതിൻ്റെ നടിയിലും കാര്യങ്ങളൊക്കെ നീണ്ടുപോയി. 2 മാസത്തോളം നീണ്ടുപോയി. എത്രയും പെട്ടെന്ന് PWD നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് ഉയർത്തി ഇവർക്ക് ഇത് ഈ പാടശേഖരങ്ങൾക്ക്, ഈ കോൾ മേഖലയിലുള്ള കർഷകർക്ക് സുഗമമായിട്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കണമെന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. എല്ലാ പാടശേഖരങ്ങളിൽ നിന്നും ഒരേ സമയം കൃഷിക്കായി വെള്ളം പമ്പ് ചെയ്ത് ഇറിഗേഷൻ കനാലിലേക്ക് കയറ്റിയതും ഏനമാവ് റെഗുലേറ്ററിലേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതുമാണ് വാരിയം പടവിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. മനക്കുടി പുള്ളു റോഡിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തി പുനർനിർമ്മിക്കുക മാത്രമാണ് ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരമെന്ന് കർഷകർ പറയുന്നു. TCV തൃശൂർ.